ഇപ്പൊ ഒരു പുതിയ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട്, പുതിയ രീതി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആരെയും മുഖം നോക്കാതെ ഞാൻ പറയാൻ, ഇനി മുഖം നോക്കി പറയേണ്ടി വന്നാൽ അതിനും എനിക്ക് മടിയില്ല. നിക്കാഹിന്റെ വേദികളിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട്, ഒരു പൂക്കുറ്റി പോലൊരു സാധനമുണ്ട്, അടിച്ചങ്ങോട്ട് കയറ്റി കൊടുക്കുക, അടിച്ചു വിടുക. ആ കാണിക്കുന്ന ഈ പരിപാടി, ആ പ്രവണതയിൽ നിന്ന് ഒരു പെണ്ണിന്റെ വാപ്പ അതൊന്നും വേണ്ട, നിങ്ങളെ മട്ടനോ ഒട്ടകമോ എന്തോ കൊടുത്തോ ആളുകൾക്ക്, അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കണം ആളുകൾക്ക് ഭക്ഷണം. മകളുടെ നിക്കാഹാൻ പരസ്യപ്പെടുത്തിയിട്ട് മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനും കൊണ്ടുപോകാനും കൂടെ കൊടുത്തോ, അതൊന്നും ആരും തടസ്സമില്ല. അതൊന്നും മതത്തിന്റെ വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നിക്കാഹിന്റെ സദസ്സിൽ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഹൈന്ദവ കല്യാണങ്ങളിലില്ല, ക്രൈസ്തവ കല്യാണങ്ങളിലില്ല. എവിടെയാ നിക്കാഹ് നടക്കുന്നത്? നാളത്തെ വിവാഹം എവിടെയാണ്? നിങ്ങൾ നോക്ക്, നിങ്ങൾ ഈ നോട്ടീസ് കൈകൊണ്ടെടുക്ക്, എന്നിട്ട് നിങ്ങൾ പറ, നാളത്തെ ഇതര സമുദായത്തിലെ പാവപ്പെട്ട സഹോദരിയെ ഇവിടത്തെ നുസ്രത്തുൽ മസാക്കീന് കല്യാണം കഴിപ്പിക്കുമ്പോ ഇവർക്ക് പറയാമായിരുന്നില്ലേ ഇതിനകത്ത് കല്യാണം വെക്കാമെന്ന്? നടക്കൂല. നിങ്ങളെ പണി നോക്കെന്ന് പറയും അവർക്ക്. ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ഒരു ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്താൻ നുസ്രത്തുൽ മസാക്കീൻ സ്വർണം കൊടുത്ത്, കല്യാണത്തിന് കൂടുന്നവർക്ക് നല്ല സദ്യ ഒരുക്കി, സ്വർണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത് ആ പെണ്ണിനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി കല്യാണത്തിന്റെ സുന്ദരമായ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടക്കുന്നത് എവിടെയാണ്? പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അല്ലേ? അവിടെ നിന്ന് മാറ്റാൻ നുസ്രത്തുൽ മസാക്കീന്റെ പ്രവർത്തകർക്ക് കഴിയൂല. കാരണം അവരുടെ വിവാഹം നടക്കുന്നത് ക്ഷേത്ര സന്നിധിയിലാണ്. എങ്കിലേ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് കെട്ടാവൂ, താലി കെട്ടാവൂ. നമ്മളതാണെങ്കിലോ വിമാനത്തിന്റെ മുകളിൽ, കപ്പലിന്റെ അടിയിൽ, ഓടുന്ന തീവണ്ടിയിൽ, ബലൂണിനകത്ത്, അറബാനയ്ക്കകത്ത്, അല്ലേ, പിന്നെ JCBയുടെ മുകളിൽ. ഇത്രയും വിവരം കെട്ട ഒരു സമൂഹമായി നമ്മുടെ സമുദായം മാറിപ്പോയില്ലേ? ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കല്യാണത്തിൽ ഇതുപോലെ തോന്നിയാസങ്ങൾ കാണിക്കാൻ പറ്റുമോ? ഒരു ഹൈന്ദവന്റെ കല്യാണത്തിൽ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനിക്കും ഹൈന്ദവനും മദ്രസ ഉണ്ടോ? ക്രിസ്ത്യാനികൾക്കും ഹൈന്ദവനും മതപ്രസംഗങ്ങളുണ്ടോ? ഏറ്റവും കൂടുതൽ മദ്രസ നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ, മഹല്ല് നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രീതിയിലുള്ള കോമാളിത്തരങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് എന്റെ മോളുടെ കല്യാണത്തിനും 2 കതിന പൊട്ടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം ആ മഹല്ലത്തിലെ മണ്ഡപത്തിൽ ആദ്യം കതിന വെടി പൊട്ടിച്ച, അല്ലെങ്കിൽ ഈ കാണുന്ന കോമാളിത്തരം കാണിച്ച ഒരു പെണ്ണിനെ പണ്ടാണ്. നിങ്ങൾ നോക്ക്, എല്ലാം പോയി, തലതിരിഞ്ഞു പോയി. ഇന്ന് പള്ളിയിലേക്ക്, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? മഴ പെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ പള്ളിയിലേക്ക് മരിച്ചു കൊണ്ടുപോകുന്ന ആളിനെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? സന്തൂക്കില് അല്ലേ? ഒരു 10-100ഓളം പേരിങ്ങനെ നടന്ന് സന്തൂക്കില് ചുമന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കൽബ് മുഴുവനും മനസ്സ് മുഴുവനും മരണത്തെ പറ്റി ഓർത്തിട്ട്, കാതിൽ കേൾക്കുന്നത് തക്ബീർ, ചുണ്ടുകൊണ്ട് പറയുന്നത് തഹ്ലീല്, അതുപോലെ കണ്ണ് താഴ്ത്തി വെച്ച് കാലുകൊണ്ട് നടന്ന് കൈകൊണ്ട് ചുമന്ന് ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കാലം മറന്നുപോയി. ഇന്ന് മയ്യത്ത് കൊണ്ടുവരുന്നു, വരട്ടെ മെഹ്റാബിനകത്തോട്ട് ആംബുലൻസ് കയറ്റിയാണ് അല്ലേ? എന്നിട്ട് നീക്കി അങ്ങോട്ട് എറിയാണ്. ഇപ്പൊ സന്തൂക്ക് കൊണ്ടുവരുന്ന എവിടെയെന്നറിയോ? എവിടെയാ? കല്യാണത്തിന് വാ, കാക്കാര മോളെ കല്യാണത്തിന് വാ. പുതിയാപ്പിള വന്നു, അപ്പോഴേ വെടി പൊട്ടിച്ച് അവനകത്ത് കയറ്റി. ഈ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനായി വരികയാണ്. ഇതങ്ങോട്ട് ഒരടി അങ്ങോട്ട് അടിച്ചു കൊടുത്ത് കത്തിപ്പോയാൽ എത്ര സ്ഥലത്ത് കത്തിയിരിക്കുന്നു, എന്നാലും പഠിക്കൂല. കത്താതിരിക്കാൻ രാവിലെ യാസീൻ ഓതിയിട്ടാ പോണത്. കാരണം ഓൺലൈനിലെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, കല്യാണത്തിലെ മണ്ഡപത്തിൽ തീ കത്താതിരിക്കണമെങ്കിൽ ഇന്നതിൽ ചെല്ലിയാ മതി. ഈ പുതിയാപ്പള സ്റ്റേജിലേക്ക് വന്ന് നിക്കാഹ് കാട്ടിക്കൂട്ടിയിട്ട് പോകുമ്പോ പുതിയ പെണ്ണിനെ കൊണ്ടുവന്ന് നിങ്ങൾ നോക്ക്, സന്തൂക്കിനകത്താണ് അല്ലേ?
പുതിയ പെണ്ണിനെ സന്തൂക്കിനകത്ത് കൊണ്ടുവരികയാണ്. ധാരുടെ പാരമ്പര്യമാണ്. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്, ഇതെവിടെ നിന്ന് കിട്ടിയതാണ്. ഇത് കാണിച്ചു കൊടുത്തപ്പോ ഇന്ന് പിന്നാലെ വരുന്ന ഓരോ പെണ്ണുങ്ങളും പറയാൻ തുടങ്ങി, എന്റെ കല്യാണത്തിനും സന്തൂക്ക് വേണം അല്ലേ. പൂപ്പന്തല്ല് കെട്ടിയിട്ട് 4 കാലിലിങ്ങനെ പിടിച്ചിട്ട് പുതിയ പെണ്ണിനെ എങ്ങനെ ഇരുത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ഓ, ഖത്തീബുമാരുടെ ഗതികേട് എന്ത് ചെയ്യാനാ. ഇതെല്ലാം കണ്ടോണ്ടിരുന്നിട്ട് ഖത്തീബ് അൽ ഫാത്തിഹ ഒരടി അങ്ങോട്ട് അടിച്ചു കയറ്റി കൊടുക്കുക. ഇല്ല, ജോലി പോവും. നല്ല സമയത്ത് തെങ്ങി കയറാൻ പഠിച്ചോ? ഇല്ല. ഇതിന് വല്ല ജോലി അറിയോ? ഒന്നും അറിഞ്ഞൂടാ. പാവം. വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. എനിക്കറിയാം ഇത് നാളെ ക്ലിപ്പാവും, വിവാദമാവും. ആ വിവാദങ്ങളെ ഞാൻ എനിക്ക് കിട്ടുന്ന അനുമോദനങ്ങളായി, അംഗീകാരമായി ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അതൊരു സമൂഹം ചെയ്താൽ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ ഈ ചെയ്തതിന്റെ ശിക്ഷ മാത്രമല്ല, മറിച്ച് പിന്നീട് ചെയ്യുന്നതിന്റെ ശിക്ഷ കൂടി. നീ ചെയ്തതിന്റെ അടിയിൽ നിനക്ക് കിട്ടും, വാതാറകു നീ കാട്ടിക്കൊടുത്തതിന്റെ അടിയിൽ നിനക്ക് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്ത് വേണം? സന്മാർഗത്തിന്റെ വഴി മാത്രം നീ തെരഞ്ഞെടുക്കണം. ഇവിടെയും പരാജയമില്ല, അവിടെയും പരാജയമില്ല. 5-ാമതായിട്ട് വിശുദ്ധ ഖുർആൻ പറയും, ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരാള്, ഒരു ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരാള് പരാജയപ്പെടില്ല. കഠിനമായ ശക്തമായ പേമാരി പെയ്തിറങ്ങി. ആ പേമാരിയിൽ ഒരു വീട് തകർന്നുപോയി, അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടൊരു കുടുംബം മുഴുവനും നശിച്ചുപോയി. ഞാൻ കണ്ടു സഹോദരങ്ങളെ, വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ പാവപ്പെട്ട സഹോദരങ്ങളുടെ വീടും അവരുടെ സ്ഥലവുമൊക്കെ കാണാനിടയായി. കഴിഞ്ഞ വർഷം മേപ്പാടിയിൽ ഈ ദുരിതം നടന്ന മേഖലയുടെ 1 കിലോമീറ്റർ അപ്പുറത്ത് മേപ്പാടിയിൽ 2 ദിവസത്തെ പ്രസംഗത്തിന് പോയി. മനഃപൂർവ്വം ബോധപൂർവം 2 ദിവസം കൊടുത്തു. എന്തിന്? 1-ാമത്തെ ദിവസം അവിടെ എത്തിച്ചേർന്നു, പ്രസംഗം കഴിഞ്ഞ് വിശ്രമിച്ചു. 2-ാം ദിവസം പകല് ദുരന്തം നടന്ന പ്രദേശങ്ങൾ മുഴുവനും സന്ദർശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുണപാഠമാണിത്. ഇതൊരു ഗുണപാഠമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ നൂഹ് നബിയുടെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചത് വെള്ളം കൊണ്ടാണ്, ഇല്ലേ? അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടി, ആകാശത്തുനിന്ന് മഴ പെയ്തു, ഭൂമിയിൽ നിന്ന് വെള്ളം വിണ്ട് കീറി പൊട്ടി വന്നു. അതേ വെള്ളം കൊണ്ട് ആരെ രക്ഷപ്പെടുത്തി? അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി അള്ളാഹ്. ഒരേ സമയം വെള്ളം അള്ളാഹു നൂഹ് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചു, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗശമനമാക്കി. ഇതാണ് അള്ളാഹ്. ഉരുൾപൊട്ടി, കോവിഡ് വന്നു, സുനാമി വന്നു. ഇതൊക്കെ വരുമ്പോഴൊക്കെ ഇതൊക്കെ ഗുണപാഠമാണ്. ഈ ഗുണപാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നമ്മൾ ഊഷ്മളമാക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫദക്കിർ ഇന്ന ഫഅതിൽ ദിക്റാ. ഫദക്കിർ നബിയെ, പറഞ്ഞുകൊണ്ടേയിരിക്കൂ നബിയെ, അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഇന്ന ഫഅതിൽ ദിക്റാ, അവർക്ക് ഉപകാരപ്പെടും, അവർക്ക് ഗുണപ്പെടുന്നതാണ്. സയദ്ദക്കറു മൻ യഖ്ശാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ആ ഉപദേശം ഉപകാരപ്പെടും, അവർക്ക് ഉപകാരപ്പെടും. വയതജന്നബുഹൽ അസ്ഖാ, പരാജിതൻ ഇതിൽ നിന്ന് അകറ്റപ്പെടും. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനാണോ ഗുണപാഠം ഉൾക്കൊള്ളാത്തവൻ, അവൻ പരാജിതനാണ്. ഗുണപാഠം ഉൾക്കൊണ്ടാൽ നമ്മൾ പരാജയപ്പെടില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ സമയം പരിമിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു വീട്ടിലൊരു മരണം നടന്നാൽ അതൊരു ഗുണപാഠമാണ്. ചെറിയ കുട്ടി മരിച്ചു. ഞാന് ഇവിടെ പഠിക്കുന്ന സമയത്താണ് പല വേദികളിൽ ഞാനത് പറയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. കരുനാഗപ്പള്ളിയിൽ ഞങ്ങൾ എന്ത് അസുഖം വന്നാലും പോകുന്ന ചില ആശുപത്രികളുണ്ട്. ആ ആശുപത്രിയിൽ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു കുട്ടി കിണറിലേക്ക് വീണുപോയ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടി മുറ്റത്തിരുന്ന് കളിക്കുന്ന കണ്ട് ഉമ്മ
കുറച്ചു കഴിഞ്ഞ് കുട്ടിയെ കാണാനില്ല. ആ കുട്ടിയെ കാണാതില്ലാതെ വന്നു. 4 സൈഡും ഓടി നടക്കുന്നു. ഉമ്മയ്ക്ക് കുട്ടിയെ കാണാനില്ല. അവസാനം ഈ കിണറിന്റെ മുകളിലിട്ടിരിക്കുന്ന വല ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന കണ്ടപ്പോ താഴേക്ക് വന്ന് നോക്കുമ്പോ കിണറിൽ ആ കുട്ടി വീണു. 2 തവണ മുങ്ങിപ്പോയ കുട്ടി മോട്ടറിന്റെ പൈപ്പിൽ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കിടന്ന് നിലവിളിച്ചു. ആളുകൾ വന്നു കുട്ടിയെടുത്തു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. തൊട്ടടുത്തല്ലേ, അവിടെ കൊണ്ടുവന്നു. കൊണ്ടുവരുമ്പോ ഈ സന്ദർഭത്തിൽ നമ്മൾ അവിടെ ഉണ്ട്. എന്താ സംഭവം? വർഷങ്ങൾ എത്ര കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ? 2005-ലോ 2006-ലോ ഒക്കെയാണ്. ആ സമയത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കുട്ടി പെട്ടെന്ന് തന്നെ കൊല്ലം ആ ആശുപത്രിയിലേക്ക് വിടുന്നു, താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്ക് യാതൊരു നിലയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കുറച്ച് വയറിലൊക്കെ രണ്ട് പ്രാവശ്യം അതിനാവശ്യമായ കരുതലുകളൊക്കെ എടുത്തപ്പോഴേക്കും വായിലൂടെ ഒക്കെ വെള്ളം തെറിച്ചു. ആ കുട്ടി രക്ഷപ്പെട്ടു. കിണറിലേക്ക് വീണ കുട്ടി രക്ഷപ്പെടുകയാണ്. 2 തവണ മുങ്ങി പൊങ്ങിയ കുട്ടിയാണ്, രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴും അവിടെ തൊട്ടടുത്ത് മറ്റൊരു കുട്ടിയെ കൊണ്ടുവന്നു. മരിച്ചുപോയി ആ കുട്ടി. ആ കുട്ടി എങ്ങനെയാ മരിച്ചത്? ഒരു ബക്കറ്റ് വെള്ളത്തിൽ വീണിട്ട് ആ കുട്ടി മരിച്ചു. മുറ്റത്ത് വെച്ചിരുന്ന ഒരു ബക്കറ്റ് വെള്ളത്തിൽ വീണിട്ടൊരു കുട്ടി മരിക്കുന്നു. കിണറിൽ 2 തവണ മുങ്ങിപ്പൊങ്ങിയ കുട്ടി രക്ഷപ്പെടുന്നു. ഇത് ഗുണപാഠമല്ലേ? ഇത് ഗുണപാഠമല്ലേ? ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗുണപാഠം നമ്മുടെ മുമ്പിൽ വന്നു പോവുകയാണ്. നമ്മൾ അറിയുന്നില്ല, വന്നു പോകുന്നു ഗുണപാഠങ്ങൾ. ആ ഗുണപാഠങ്ങൾ വരുമ്പോ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. ഇവിടെയും പരാജയപ്പെടില്ല, ആഖിറത്തിലും പരാജയപ്പെടില്ല. സഹോദരങ്ങളെ, ഒരുപാട് ഗുണപാഠങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അതൊന്നും പറയാനുള്ള സമയമില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. 6-മതായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ യജ്തമിഉ ശഖാഉ, പരാജയം ഒരിക്കലും സംഭവിക്കാത്ത 6-മത്തെ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ യജ്തമിഉ ശഖാഉ മഅ തഖ്വ. ഭക്തിയോടെ ജീവിച്ചാൽ, തഖ്വയുണ്ടെങ്കിൽ പരാജയപ്പെടില്ല. തഖ്വയുണ്ടെങ്കിൽ പരാജയപ്പെടില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? പേടിയാ. പേടി എന്നാണ് അർത്ഥം. അള്ളാഹ് എന്തിനാ പേടിക്കുന്ന? പട്ടിയെ പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? പട്ടിയെ പേടിയുള്ള ഒരാൾ എന്താ ചെയ്യാ? പട്ടിയെ കാണുമ്പോ ഓടും. സിംഹത്തെ പേടിയാണെങ്കിൽ ഓടും. കടുവയെ പേടിയാണെങ്കിൽ ഓടും. പാമ്പിനെ കണ്ടാൽ പേടിയാണെങ്കിൽ ഓടും. അപ്പൊ അള്ളാഹെ കണ്ടാൽ എന്ത് ചെയ്യണം? പേടിയാണെങ്കിൽ ഓടണോ? അള്ളാഹെ പേടിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പട്ടിയെ കണ്ട പേടിക്കുമ്പോൾ ഓടണമെന്നാണോ? ബാക്കിയെല്ലാം പേടി ഉണ്ടാകുമ്പോ അവിടെ നിന്ന് ഓടുന്നു. പക്ഷെ അള്ളാഹുവിനെ പേടിയാണെങ്കിലോ ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് അവനിലേക്ക് നമ്മൾ ഓടണം. അപ്പൊ അതുകൊണ്ട് പേടി എന്ന് പറയുന്ന തഖ്വയ്ക്ക് നല്ല ഒരു പദമല്ല. തഖ്വ വേണം, അവിടെ പേടി വേണം. അള്ളാഹെ പേടിക്കാൻ എന്താ? അള്ളാഹു താല ഈ ട്രംപിനെ പോലുള്ള എന്തെങ്കിലും വലിയ ഭീകര ജീവിയാണോ? അള്ളാഹു ബെന്യാമിൻ നെതന്യാഹുവിനെ പോലെ എന്തെങ്കിലും ഭീകരനാണോ? പാവപ്പെട്ട ഫലസ്തീൻ മക്കളുടെ ചോര കുടിച്ച് ചോരയും നീരും വെച്ച ബെന്യാമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനെ പോലെ ക്രൂരനാണോ പടച്ചതമ്പുരാൻ? അല്ല. ഹിറ്റ്ലറെ പോലെ, മുസോളിനിയെ പോലെ, നമ്രൂദിനെ പോലെ, ഫിർഔനെ പോലെ ക്രൂരനാണോ? അല്ല. പിന്നെ അള്ളാഹുവിനെ പേടിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ നമ്മൾ പറയാറുണ്ട് ഭക്തി. തഖ്വ എന്ന് പറഞ്ഞാൽ ഭക്തി ഇല്ല. അത് വ്യാപകമായ ഒരു പേരാണ്. ഭക്തിസാന്ദ്രമായ, അല്ലേ? അതൊക്കെ കോമൺ പേരാണ്. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ മനസ്സിലാക്കിക്കോ. ആഖിറത്തില് ചോദ്യം ചെയ്യപ്പെടുന്നതിനെ ഭൂമിയിൽ പേടിക്കുക. ശ്രദ്ധിച്ചോ? ആഖിറത്തിൽ ഇടങ്ങേറുണ്ടാകുന്നതിനെ ഭൂമിയിൽ പേടിക്കുക. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ആഖിറത്തിൽ പിടിച്ചു നിർത്തുമെന്ന് പേടിയുണ്ടെങ്കിൽ ദുനിയാവിനെ അതിനെ സൂക്ഷിക്കണം. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ നമ്മൾ മുറുകെ പിടിച്ചാൽ, ആ ഭയഭക്തിയോടെ നമ്മൾ ജീവിച്ചാൽ, അല്ലെങ്കിൽ ആ ഭയത്തോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ, ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അസ്ഖാ അല്ലദീ കദ്ദബ വതവല്ലാ വസയുജന്നബുൽ അത്ഖാ അല്ലദീ യുഅതി മാലഹു യതസക്കാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, നരകത്തെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. തലല്ലാളി കത്തുന്ന നരകത്തെ നിങ്ങളോട് മുന്നറിയിപ്പ് തരികയാണ്. ലാ യസ്ലാഹാ ഇല്ലൽ അസ്ഖാ, പരാജിതനല്ലാതെ നരകത്തിൽ കടക്കൂല. ആരാണ് പരാജിതനെന്നറിയോ? അല്ലദീ കദ്ദബ വതവല്ല, കളവാക്കുന്നവനും വതവല്ല, അഹങ്കാരത്തോടെ പിന്തിരിഞ്ഞു
തിരിഞ്ഞു പോകുന്നവനുമാണ്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവനെ നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. അല്ലദീ യുതീ മാലഹു യതസക്കാ. അല്ലാഹു പറയുന്നു, അവന്റെ സമ്പത്ത് ദീനിന്റെ മാർഗത്തിൽ പാവങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ അതുപോലെ മറ്റുള്ള നന്മയായ കാര്യങ്ങൾക്ക് അവരാണ് മുത്തഖീങ്ങൾ, അവരാണ് തഖ്വയുള്ളവർ. അവരെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റും. ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവനാകില്ല. അള്ളാഹു മുത്തഖീങ്ങളാക്കി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഏകദേശം 14 വർഷത്തോളം എത്തി നിൽക്കുന്ന നമ്മുടെ നുസ്രത്തുൽ മസാക്കി, നാളെ ബഹുമാനനായ സയ്യിദ് ഇവിടെ ദുആ ചെയ്യുകയും അതുപോലെ ദുആ മജ്ലിസും വിവാഹവും ഒക്കെ നാളെ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഓരോ സഹോദരീ സഹോദരന്മാരും ഇതിന്റെ ഭാഗമായി ചേർന്ന് നാളിതുവരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നൽകിയതുപോലെ ഇനിയും ഉണ്ടാകണം, ഒരു പിന്തുണ ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് കൊണ്ടുവരിക. നമ്മുടെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി, നമ്മുടെ ഈ സംരംഭത്തിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു നല്ല സംഭാവന, വല്ലപ്പോഴും ഒരിക്കലേ വാഴലൊക്കെ ഉള്ളൂ, കൊണ്ടുപോയ അപ്പോ കാര്യമായ രീതിയിൽ നല്ല ഒരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് ഒരു നല്ല തുകയെടുത്ത് അള്ളാഹു നമ്മുടെ സദഖകൾ കാരണമായി നമ്മുടെ മനസ്സിൽ നീറുന്ന പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകട്ടെ. അള്ളാഹുവേ, ആരുടെ മുമ്പിലും തലകുനിക്കുന്നൊരവസ്ഥ വരാതെ നീ ഞങ്ങളെ കാക്കണം തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒരു ഹദിയ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി. വിശുദ്ധ ഖുർആനിൽ 6 സ്ഥലങ്ങളിലാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും നീ പരാജിതനാവുകയില്ല. അതിൽ ഒന്നാമതായി അല്ലാഹു പറഞ്ഞത് ലാ യജ്തമിഉ ശഖാഉ മഅ ബിർറിൽ വാലിദൈൻ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിലൂടെ ഒരിക്കലും നീ പരാജയപ്പെട്ടു പോകില്ല. ദുനിയാവിലും പരാജയപ്പെടില്ല, ആഖിറത്തിലും പരാജയപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ചെറിയ മക്കൾ, നിങ്ങൾ പഠിക്കണം. ഇപ്പോഴത്തെ തലമുറ അറിയാമല്ലോ, വാപ്പായോട് താൻ തന്റെ പണി നോക്കി പോവുക എന്ന് പറയുന്ന കാലമാണ്. വാപ്പമാര് മക്കൾ ഉറങ്ങിയിട്ട് വീട്ടിൽ പോകുന്ന ഒരു വലിയ പട്ടിക നമ്മുടെ മുമ്പിലുണ്ട്. വാപ്പ മക്കൾ ഉറങ്ങിയിട്ട് വീട്ടിൽ പോകും. കാരണം പേടിയാണ്. കാലം അത്രയും വലിയ മോശമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇന്ന് ബന്ധങ്ങളെല്ലാം 10 നമ്പറിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ 10 നമ്പറിൽ നമ്മുടെ ബന്ധങ്ങൾ മോശമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ് ലാ യജ്തമിഉ ശഖാ. പരാജയം ഒരിക്കലും സംഭവിക്കുകയില്ല. മഅ ബിർറിൽ വാലിദൈൻ. തന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിലൂടെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സേവനം ചെയ്യുന്നതിലൂടെ, തന്റെ വാപ്പയെ അനുസരിക്കുന്നതിലൂടെ, തന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിലൂടെ ഒരു മകനും ഒരു മകളും ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല. ഇനി ഒട്ടും പരാജയപ്പെടുകയുമില്ല. ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല. സൂറത്തുൽ മറിയം നിങ്ങൾക്കറിയുമല്ലോ. 32-ാമത്തെ ആയത്തിലൂടെ പടച്ചതമ്പുരാൻ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഥ വിവരിക്കുമ്പോ സൂറത്തു മറിയമിൽ അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്: വബർറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അറിയുമല്ലോ, 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാരിലെ പ്രമുഖനായ പ്രവാചകനാണ്. ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓരോ വാക്കുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു മറിയം എന്ന ഈസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട ആ ഉമ്മയുടെ നാമധേയത്തിൽ അധ്യായം കുറിക്കപ്പെട്ട പരിശുദ്ധമായ സൂറത്തു മറിയമിന്റെ 32-ാമത്തെ വചനത്തിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. വബർറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ.
എനിക്ക് എന്റെ പ്രിയപ്പെട്ട മാതാവ് മറിയമിന് സേവനം ചെയ്യാൻ, എന്റെ ഉമ്മ മറിയം ബീവിക്ക് ഗുണം ചെയ്യാൻ അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തു. ആ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ ഗുണം ചെയ്തപ്പോ, എന്റെ ഉമ്മയുടെ വാക്കിന് ഞാൻ പ്രാമുഖ്യം കൊടുത്തപ്പോ, എന്റെ ഉമ്മയെ ഞാൻ ജീവനോളം സ്നേഹിച്ചപ്പോ, എന്റെ ഉമ്മയ്ക്ക് ഞാൻ നല്ലായിട്ട് ഖിദ്മത്ത് ചെയ്തപ്പോ, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, ഒരു സ്ഥലത്തും ഞാൻ പരാജയപ്പെട്ടു പോയില്ല. ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഞാൻ പരാജയപ്പെട്ടില്ല. ആകാശത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ പരലോകത്ത് ഞാൻ പരാജയപ്പെടില്ല. അറിയുമല്ലോ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്താണ് വിശുദ്ധ ഖുർആനി പരാമർശം നടത്തിയിട്ടുള്ളത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവിന്റെ തലക്കടിക്കുന്ന മക്കളുടെ കാലത്ത്, ഉമ്മാന്റെ കഴുത്തിനിരിക്കുന്ന മക്കളുടെ കാലത്ത്, മാതാപിതാക്കളെ തള്ളി പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ടവന്റെ കൈ പിടിച്ചിറങ്ങി പോകുന്ന കാലത്ത്, ആ മാതാവിനോട് സേവനം ചെയ്യാൻ, ഉമ്മയോട് വാപ്പയോട് സ്നേഹം കാണിക്കാൻ, സ്നേഹത്തോടെ ഇടപെടാ ഒരു മകനോ മകൾക്കോ സാധിച്ച ഇല്ല, ഈ ദുനിയാവിൽ അവന് പരാജയപ്പെടില്ല. നാളെ പരലോകത്ത് പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. ഒരു ചാൻ മുകളിൽ കപ്പിച്ചൊലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ട് വിറക്കുമ്പോ മഹിസറയിൽ അവന് പരാജയപ്പെടില്ല. ഇരു ലോകത്തും അവന് വിജയത്തിന്റെ ഉന്നതമായ അവസ്ഥയിൽ എത്തപ്പെടുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, 6 സ്ഥലങ്ങളിൽ ഇങ്ങനെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. എന്റെ ഉമ്മക്ക് ഞാൻ ബിർറ് ചെയ്തപ്പോ, ഗുണം ചെയ്തപ്പോ, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, അല്ലാഹു എന്നെ ധിക്കാരിയായ ഒരു നിർഭാഗ്യവാനാക്കി അല്ലാഹു മാറ്റിയില്ല. എന്നെ അല്ലാഹു തആല ഒരു അഹങ്കാരിയായ പരാജിതനാക്കി എന്നെ അല്ലാഹു മാറ്റിയില്ല. നോക്കൂ സഹോദരങ്ങളെ, ഉമ്മക്ക് സേവനം ചെയ്തിട്ട് ഏതെങ്കിലും മകനോ മകളോ ഈ ദുനിയാവിൽ പരാജയപ്പെട്ട ചരിത്രമുണ്ടോ? വാപ്പയ്ക്കും ഉമ്മയ്ക്കും സേവനം ചെയ്തു എന്നതിന്റെ പേരിൽ ആഖിറത്തിൽ എവിടെയെങ്കിലും പരാജയപ്പെട്ടതിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടോ? ഒരിക്കലുമില്ല. ആഖിറത്തിലും നമ്മൾ പരാജയപ്പെടില്ല, ദുനിയാവിലും പരാജയപ്പെടില്ല. ഉമ്മാക്ക് വാപ്പാക്ക് സേവനം ചെയ്തോ? എന്റെ മുന്നിലിരിക്കുന്ന പ്രായമുള്ള 10, 60 അല്ലെങ്കിൽ 50 വയസ്സൊക്കെയുള്ള ഓരോ സഹോദരങ്ങളും സഹോദരിമാരും അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നന്നായിട്ട് സേവനം ചെയ്തവരാണ്. ഇന്നത്തെ മക്കൾക്ക് അതിന് സമയമില്ല. ഇന്നത്തെ മക്കൾക്ക് അവരവരെ സൂക്ഷിക്കാൻ പോലും സമയമില്ലാത്ത കാലത്ത് എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക? എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക? ഗുണം ചെയ്തോ? മാതാപിതാക്കൾക്ക് സേവനം ചെയ്തോ? എന്താ അള്ളാഹു തരുന്നതെന്നറിയോ? അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ.